ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പച്ചിക്ക് ചൂടുണ്ടോ? എടുത്തത് അതെ, ചൂടല്ലേ വേണ്ടത്. ചെറു ചൂടിലൊന്നും ഇത് മാറില്ല. നല്ല ചൂട് തന്നെ വെക്കണം. ഭീമോളുള്ളപ്പോ എപ്പോഴും ഇങ്ങനെ കലബലാന്ന് സംസാരിച്ചോണ്ടേയിരിക്കും. ഒരു 2 ദിവസം കഴിയുമ്പോ നമുക്ക് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരാം. ചന്ദ്രു സമാധാനിക്ക്. മാധവേട്ട, വർഷയെ പ്രസവം കഴിയുന്നത് വരെ നമ്മൾ ഇവിടെ നിർത്തണമെന്നായിരുന്നില്ലേ? ഈ സമയത്ത് വർഷയ്ക്ക് ഒരു അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഒക്കെ ആവശ്യം. വിക്രമിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ അവളെ വിടുവായിരുന്നോ? ദേ, നീ ഇപ്പൊ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ദൈവം എല്ലാം നല്ല രീതിയിൽ നടത്തിത്തരും. അതല്ല മാധവേട്ട. ഏതല്ലെന്ന്? ദേ, നീയും പ്രസവിച്ചല്ലോ എന്റെ 5 മക്കളെ. അവരെ നോക്കിയത് നിന്റെ അമ്മയും അച്ഛനും ഒക്കെ ആണോ? അല്ലല്ലോ. എന്നിട്ടെന്താ, അവര് വളർന്നില്ലേ? അതും ആദ്യത്തേത് ഇരട്ടക്കുട്ടികളായിട്ടും. എന്നാലും വിക്രം എന്താണ് നമ്മൾ പറഞ്ഞിട്ടും വർഷ എവിടെ നിർത്തിയിട്ട് പോകാത്തത് എന്നല്ലേ? അതിന്റെ ഉത്തരം ഞാൻ പറയാം. അവര് ജീവിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. പരസ്പരം പിരിഞ്ഞിരിക്കാനൊന്നും ആവില്ല. ഒരു പക്ഷേ വർഷ വിക്രമിനെ കൊണ്ട് പറയിച്ചതാവാനും സാധ്യതയുണ്ട്. ഇപ്പോഴും എനിക്ക് ചന്ദ്രു ഇല്ലാതെ ഈ മുറി കയറിയ ശ്വാസം കിട്ടാത്തത് പോലെ തോന്നും. സത്യമാടോ, നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാൻ പറ്റില്ല. അല്ല, കൂട്ടുകാരി തന്ന സമ്മാനോടെ കണ്ടില്ലല്ലോ. രൂപയുണ്ട്. വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും കേൾക്കണ്ടേ? സാരമില്ല, നമുക്ക് ഇത് വെച്ച് വീട് പണി തുടങ്ങാം. പണം വരുമ്പോ ഓർമ്മയ്ക്ക് തിരികെ കൊടുക്കാമല്ലോ. അച്ഛന് കൊടുക്കാൻ ഒരു കോൺട്രാക്ടർ കൊണ്ടുവന്ന പണമാ അവനടുത്ത് ഓട്ടോയ്ക്ക് അടച്ചത്. ജയകൻ എന്റെ ഓട്ടോ തിരികെ എടുത്ത് തന്നത് കുറുപ്പ് സാറിന്റെ പൈസ എടുത്ത് മറിച്ചിട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പൈസ തീർച്ചയായിട്ടും തിരിച്ചു തന്നിരിക്കും കുറുപ്പ് സാറേ. ഇത് മാധവൻ നായരുടെ വാക്കാ. ഇതിന്ന് കുറച്ച് പണം എടുത്ത് ജഗന്റെ കടം വീട്ടണം. പാവം, ആ കുറുപ്പിന്റെ പണം എടുത്ത് അടച്ച എന്റെ ഓട്ടോ തിരികെ എടുത്ത് തന്നത്. ശരിയാ, ആപത്ത് സമയത്ത് ദൈവത്തിന്റെ സ്ഥാനത്ത് വന്നവനാ ജഗൻ. ഊർമിളയ്ക്ക് നമ്മളെ സഹായിക്കാനുള്ള നല്ല മനസ്സ് വന്നല്ലോ. ചില ബന്ധങ്ങൾ അങ്ങനെ ചന്ദ്രു. ഈ പണത്തിന്റെ ത്രാസിൽ വെച്ചൊന്നും അതിനെ അളക്കാൻ പറ്റില്ല. ഇങ്ങോട്ടൊന്ന് വന്നേ, എന്റെ അടുത്തേക്കൊന്ന് വരാൻ. എനിക്കൊന്ന് ചൂട് പിടിച്ചതാടി. എടി, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി എനിക്കൊന്ന് ചൂട് പിടിച്ചു തരാൻ. ഏത് നേരത്താണോ കുരുത്തം കെട്ട കൊച്ചിനെ പിടിച്ച് പുറത്താക്കാൻ എനിക്ക് തോന്നിയത്. അമ്മേ, എന്റെ നടു. എന്റെ നടു ഉളുക്കേ.
വെക്കട്ടെ? വെച്ച് തൊലക്കി. എന്തുവാടി ഇത്? അപ്പച്ചിക്ക് ചൂടുണ്ടോ? തിളച്ച വെള്ളമാണ് അടി എടുത്തത്. അതെ. ചെറു ചൂടല്ലേ വേണ്ടത്? ചെറു ചൂടിലൊന്നും ഇത് മാറില്ല. നല്ല ചൂട് തന്നെ വെക്കണം. ദേ, മിണ്ടാണ്ട് കിടന്നാൽ ഞാൻ ചൂട് വെച്ചുതരാം. ചായ കൊണ്ടുവന്നപ്പോ എനിക്ക് അടി തന്നതല്ലേ? വന്ദനെ, എന്താ ഇവിടെ? അപ്പച്ചിക്ക് ഭയങ്കര വേദന. ചൂട് വെക്കാ. ആ, ഇത് ചൂട് വെച്ചാലൊന്നും മാറില്ല. ആ, അത് മാത്രമല്ല, അപ്പച്ചിയുടെ മുതുകത്ത് ചൂട് പിടിക്കണമെങ്കിൽ നീ ഒന്നും പിടിക്കാൻ പാടില്ല. നിന്നെ പോലെ പട്ടിണി പാവൊന്നുമല്ല അപ്പച്ചി. 6-7 ആന ഉണ്ടായിരുന്ന തറവാട്ടിലെ ആനന്ദവല്ലിന്ന് വിളിച്ച ആദ്യം ആനയാണോ അപ്പച്ചിയാണോ എന്നാ ആളുകൾ ചോദിച്ചിരുന്നത്. ഏയ് വാ വാ വാ, നീ ഒന്നും ചെയ്യണ്ട. ഇല്ല, ഞാനൊന്ന് ചെയ്തു കൊടുത്തോട്ടെ. വാ, അപ്പച്ചിക്ക് ഇതൊന്നും ഇഷ്ടാവില്ല. ദേ, അപ്പച്ചിയുടെ നോട്ടം കണ്ടില്ലേ? ദേ, അപ്പച്ചിക്ക് ദേഷ്യം വരുന്നു. നീ വാ 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 വാ.